വെൽക്കം ടു ഗ്രാൻഡ്മദർ ടിപ്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്ന ചപ്പാത്തി ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് വരാനായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ഷേപ്പിലുള്ള കാര്യം നല്ല സോഫ്റ്റ് പഞ്ഞി പോലെ ആവാനായിട്ടുള്ള ഒരു ട്രിക്ക് നമ്മളതിൽ ചെയ്യുന്നുണ്ട്. അത് എന്താണെന്നുള്ള വീഡിയോ നോക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് ഷേപ്പിലൊന്നും കാര്യമില്ല. നമ്മൾ കഴിക്കുമ്പോൾ നല്ല പഞ്ഞി മാതിരി ആയിരിക്കണം. അതാണ് ഈ ചപ്പാത്തിയുടെ ട്രിക്ക്. ഇതുവരെ നിങ്ങൾ ചെയ്യാത്തൊരു ട്രിക്കുമാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാരണ റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിക്കുക, പിന്നെ ഉപ്പിടുക. നല്ലവണ്ണം ഉപ്പും ഇതും കൂടി ചേർത്തിട്ട് നമ്മൾ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. സാധാരണ രീതിയിൽ കുഴച്ചെടുക്കണം മാതിരി തന്നെ. കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തി ഉണ്ടാക്കാൻ എല്ലാവരും ഉണ്ടാക്കുമെങ്കിൽ ചിലവർക്ക് നമുക്ക് ആ സ്മൂത്ത് കിട്ടില്ല. അപ്പോൾ അതിനുള്ള ഒരു ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ അത് കുഴച്ചൊരു പരുവം ഒരു ഇതിലായിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂൺ ഓയിൽ നമുക്കതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് വീണ്ടും അതൊന്ന് കുഴച്ചു കൊടുക്കാം. എന്നിട്ട് അതൊരു റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അധികം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഇടിക്കട്ടി എടുത്തിട്ട് ഇടിക്കുക. അപ്പോൾ ഇടിക്കട്ടിയിട്ട് ഇതിലിട്ട് ഇടിക്കുമ്പോൾ മാവ് നല്ല പഞ്ഞി മാറി അങ്ങ് സോഫ്റ്റ് ആയി പോകും. അത്രയും സോഫ്റ്റ് ആയി പോകും. അപ്പം അതിനെ ആവ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് വേണം നമ്മളത് ഇടിക്കാനായിട്ട്. കുറച്ച് നേരം ഒന്ന് ഇടിക്കുക. കുറച്ച് നേരം പറഞ്ഞാൽ ഒരു മിനിറ്റും കൂടി ഇടിക്കേണ്ട ആവശ്യമില്ല. നല്ലവണ്ണം ഇടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ മൂടി വെച്ചിട്ട് ഇടിച്ച് കഴിയുമ്പോൾ തന്നെ മാവ് നല്ല സ്മൂത്തായിരിക്കും. അതിന് ശേഷം 5 മിനിറ്റ് നോക്കുമ്പോൾ മാവ് ശരിക്കും ഇങ്ങനെ നല്ല പഞ്ഞി മരയുള്ള നമുക്ക് മാവുമാരി ഇരിക്കും. ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ കാണിച്ചത്, നമ്മളിങ്ങനെ നല്ലോണം പ്രസ് ചെയ്യുക. അത് തിരിച്ചിട്ടിട്ട് നമ്മൾ പ്രസ് ചെയ്യുക. ഒരു സൈഡ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഇതിങ്ങനെ തിരിച്ചിടുക. അതിന് ശേഷം വീണ്ടും പ്രസ് ചെയ്യുക. ഇങ്ങനെ നല്ലോണം ഇട്ട് ഇടിക്കുക. മാവ് ഇടിക്കും തോറും മാവ് നല്ല മയമായിട്ട് വരും. ശരിക്കും നല്ല അത്രയും സോഫ്റ്റാണ് അതിൻ്റെ ഒരു ഇത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ടിപ്പ്. ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പം തന്നെ മാവ് ഉണ്ടാക്കിയിട്ട് ഇപ്പം തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. അത് ആണ് അതിൻ്റെ ഒരു ഇത്. കണ്ടോ, ഇപ്പം തന്നെ നല്ല പഞ്ഞി പോലെ ഉള്ള മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാവൊന്ന് തൊട്ട് നോക്കാം. മാവ് നല്ല സ്മൂത്തായിട്ടുള്ള മാവാണ്, കണ്ടല്ലോ. അപ്പം മാവ് നമുക്ക് നല്ല മാവ് ഇത് കുഴച്ചെടുക്കാവുന്നതാണ്, പരത്തിയെടുക്കാവുന്നതാണ്. പരത്തിയെടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കൂ. ഞാൻ ചപ്പാത്തി ഇങ്ങനെ നമ്മൾ മുറിക്കുമ്പോൾ തന്നെ ശരിക്കും നല്ല ഒരു സ്പോഞ്ച് മാതിരി നല്ല പഞ്ഞി മാതിരി നമുക്കിങ്ങനെ ഇതാവും. പരത്തുന്നതിൽ പ്രത്യേക ട്രിക്കൊന്നുമില്ല. നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന മാതിരി തന്നെ പരത്തുകയാണ്. ആവശ്യത്തിന് പൊടി എടുത്തിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഒരുപാട് പൊടി അങ്ങോട്ട് കൊണ്ട് അതിലിടരുത്. കാരണം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പിന്നെ അടുക്കി പിടിച്ച് ശരിക്കും പൊടി ഒരുപാടായി അടുക്കി പിടിക്കാം. ചപ്പാത്തിയുടെ ഗുണം പോകും. ഒറ്റ ടൈമിൽ പൊടി എടുത്താൽ 2 സൈഡും ആക്കുക. അപ്പോൾ നമുക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ച് ചെയ്യാം. എല്ലാ ഭാഗത്തും ഒരേ ഒരു ലെവലായിരിക്കണം. ചപ്പാത്തിയുടെ ഷേപ്പിലൊന്നും ഒരു കാര്യമില്ല. ഞാൻ 2-3 ഒരുമിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പാനിലിടുന്നുണ്ട്. ഞാൻ 2-3 ഒരുമിച്ച് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ചുട്ടെടുക്കുന്നുണ്ട്. നമ്മളിത് ചുട്ടെടുക്കണം നമുക്കത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക. നമുക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഓയിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ഓൾറെഡി നമ്മളതിൽ 2 സ്പൂൺ ആ മാവിൽ ഓയിൽ ചേർത്തുകൊണ്ട് പിന്നെ ഓയിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക്. അപ്പോൾ ചപ്പാത്തി നല്ലോണം ഇതായി വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അടുത്ത ചപ്പാത്തിയും കൂടി ഞാൻ 2 അടുത്തും കൂടി ഇട്ടിട്ടുണ്ട്.
ഇതുമാതിരി ചപ്പാത്തി അപ്പുറം ഇപ്പുറം നമ്മളൊന്ന് ഇതാകുമ്പോൾ അപ്പുറം ഇപ്പുറം ആക്കിയെടുക്കുക. പിന്നെ ഫ്ലെയിം എപ്പോഴും കുറച്ച് ഹൈ ഫ്ലെയിമിലായിരിക്കണം. വളരെ കുറവാണെങ്കിൽ ചപ്പാത്തി ശരിക്കും ഇത് കിട്ടില്ല. അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം ചപ്പാത്തി എങ്ങനെയാണ്. ഒരു തവണയെങ്കിൽ നിങ്ങളിങ്ങനെ ഇപ്പോൾ ഒരു 7 തവണ അപ്പുറം ഇപ്പുറം ഒരു ഇടിക്കുക. ഇടിച്ച് കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ഒരു 3 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മാവ് ശരിക്കും നല്ല സ്പോഞ്ചും വരെയുള്ള ചപ്പാത്തി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ്. അത്രയും സ്പോഞ്ചായിരിക്കും ചപ്പാത്തിയുടെ മാവ്. നമ്മൾ നോർമൽ വെള്ളം തന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചപ്പാത്തികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണിച്ചു തരാം ഞാൻ എത്രമാത്രം സ്മൂത്ത് ഉണ്ട് എന്നുള്ളത്. നോക്കിക്കോളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അപ്പോൾ ഇതുമാതിരി ചപ്പാത്തി ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ്.